മനസ്സിലെ മുത്തു കക്കും കള്ളൻ മിന്നൽ മൂക്കിലെന്റെ പൊന്നിൻ വളയായി കണ്ണിൽ മിന്നിത്തെന്നും കന്നി നിലവായി ആവാടപ്പണ്ടം ചാർത്തും അഴകാണേ ആനന്ദക്കുമ്മിയാടും കനവാണേ അമ്മാനത്തുമ്പി കൂടെ പോരൂ പോരൂ ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ മാരിവില്ല് മേഞ്ഞൊരു മൺകൊടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു കാണാതെ കാണാനെന്തോ മോഹം കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ ദേവിക ചേച്ചി രസതന്ത്ര മൂവിയിലൊരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ചേച്ചിയുടെ അതേ മറ്റേ മീര ചേച്ചി കൊടുത്ത അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സാരിയൊക്കെ കൊടുത്ത് ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ചേച്ചിയുടെ കല്യാണത്തിന് അമ്മ എടുത്ത സാരിയ. ഓ നൈസായിട്ട് അമ്മയുടെ അലമാരിന്ന് തൂക്കി. ഓക്കെ ചോദിക്കാം. ശരത് സർ. ദേവിക സർ, നല്ല രസമുള്ളൊരു പാട്ട്, നല്ല എന്താ പറയണ്ട, ഒരു മുത്തമണി പോലൊരു പാട്ട്. അല്ല മഞ്ജരി നല്ല ക്യൂട്ടായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയേക്കുന്ന ഒരു പാട്ടാണത്. നല്ല പാട്ട്, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ചില ഏരിയകൾ കൈവിട്ടങ്ങ് ചുരുതിവിട്ട് അന്തം വിട്ട് പോയിട്ടുണ്ട്, അതും കൂടെ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എങ്കിലും ഈ പാട്ടിൻ്റെ എന്താ പറയണ്ട ഒരു സുഖം മനസ്സിലാക്കി തന്നെ പാടി. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, മുത്തുമൊഴി ആണോ, മുത്തുമൊഴി തത്തെ, അതൊന്ന് പാടാമോ? അതിനൊരു ക്ലാരിറ്റി പാടുമ്പോ, ഞാൻ പറഞ്ഞ അത് പാടി വരുമ്പോ എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പൂമടത്തെ, അത് ആ ചരണത്തിന്റെ സെക്കൻഡ് ലൈൻ ഒന്ന് പാടാമോ? പൂമേടഞ്ഞ പുല്ലുപായിൽ വന്നിരുന്നു മുടിയിലെ മുല്ല മൊട്ടിലും വയ്ക്കും മാരൻ. കുറച്ചും കൂടെ അത് ക്ലാരിറ്റി വരുത്തിക്കൊള്ളുക. ആ തുടക്കം കൈവിട്ട് പോയ ശ്രുതി ചേരായി ഇരുന്നത് മനസ്സിലായല്ലോ. ഓ എന്ന് പറഞ്ഞ ഓ പള്ളി പോയി പറയുന്നു. അല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല മനസ്സിലായി. മനസ്സിലാവണം. നമുക്കൊരു തെറ്റുകൾ വരുവാടാ, പക്ഷെ ആ തെറ്റുകൾ നമുക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. ദേവിക സർ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ മഞ്ചേരി നല്ല മുട്ടായി പോലെ പാടി വെച്ചേക്കണ ഒരു ഉഗ്രൻ സോങ്. ഇപ്പം ഫസ്റ്റ് ചാറ്റൽ മഴ, അത് എന്താ പറയാ, ഇടിമിന്നലോട് കൂടിയ സുനാമി ആയിരുന്നു ഒരു മഴയായിരുന്നു ഫസ്റ്റ് ചാറ്റൽ മഴ. അത് ആ മഴ എങ്ങോട്ടോ പോയി. എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പം മഞ്ചേരി ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പൺ സിംഗിങ് ആയിരുന്നു. മോളത് എനിക്ക് കുറച്ചുകൂടെ ഒരു കംപ്രസ്ഡ് സിംഗിങ് ആയിട്ട് തോന്നി. അതാണ് എനിക്കൊന്ന് ശരത്തന്നെ പറഞ്ഞത്, കുറച്ചുകൂടെ വാ തുറന്ന് പാടാന്നുള്ളത്. അത് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി പാടിയതൊക്കെ ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദേവിക്ക് ഒരു അടിപൊളി സിംഗറാണ്. ഡാൻസ് ഒക്കെ ഇതിനു മുമ്പ് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഡാൻസ് മൂവ്സ് ഒക്കെ. ഫാസ്റ്റ് റൗണ്ടിൽ ലീഡ് ചെയ്തു. ചെയ്തിനല്ലേ? എന്നിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടായാ? എനിക്കും പെരുത്ത് ഇഷ്ടായിന്. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. എങ്ങനെ ഓപ്പൺ അപ്പ് ആവാമെന്ന് മഞ്ജരി ചേച്ചിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കേൾക്കാം. MG സർ എങ്ങനെ ഒരാളോട് ഓപ്പൺ അപ്പ് ചെയ്യാം? ദേവിക സർ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവിയാണ്. കാണാതെ കാണാനെന്ന് മോഹം കാണുമ്പോൾ ഉള്ളിൻ. അത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതേ പോർഷൻസ് തന്നെ പലയിടത്തും റിപ്പീറ്റേഷൻസ് വരുമ്പോഴത്തേക്ക് എൻഡിങ് പോർഷൻസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പീലിമയിൽ തൂവലാലെ, അതൊന്ന് പാടിക്കേ. വീശി വീശി തണുപ്പിക്കും തെന്നൽ. ഇതാണ് വേണ്ടത്. അവിടൊക്കെ കുറച്ച് സ്ലിപ്പ് തെന്നല്. അതിന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ
മെനയുണ്ടേ ആവാരപ്പൂ കോരത്തു മെനയേണ്ടേ. ദരദാരി ദാരി മെനയേണ്ടേ. അതിന്റെ പെർഫെക്ഷൻ. കാണാപ്രാവേ, അതൊന്നും പഠിക്കുക. കാണാപ്രാവേ, കാണാപ്രാവേ, പ്രാവേ. അതെ അതെ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ എൻഡിങ് പോർഷൻസിന്റെ കുറച്ച് പെർഫെക്ഷൻസ് വരുത്തിയാൽ നന്നായിരുന്നു. പാടിയതൊക്കെ കൊള്ളാം, നല്ല രസമായിരുന്നു, നൈസ് വോയിസ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഓപ്പൺനെസ് വന്നാൽ കൊള്ളാം. പിന്നെ ഇപ്പൊ അണ്ണാച്ചി പാടിച്ചൊരു സ്ഥലമുണ്ടല്ലോ, അത് ഇത്തിരി കടിച്ചു പിടിച്ചാ പാടുന്നത്. അതൊന്ന് ലൂസാക്കി പാടിക്കേ. പാൽപതഞ്ഞു തുളുമ്പുന്ന പാലമരത്തണലത്ത് പട്ട് മഞ്ചലൊരുക്കുന്നു മാനം. സവാഷ് സവാഷ് സവാഷ്, നൈസ് നൈസ്. ഓക്കെ, ഇനി പാട്ട് പാടിയ മഞ്ജരി ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, യെസ് പാറു, എങ്ങനെയുണ്ടായിരുന്നു ദേവികയുടെ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഞാൻ നേരത്തെ പാറു പറഞ്ഞ പോലെ മീര അതില് ആ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അതെ, ഫുൾ expression ഒക്കെ ഭയങ്കര ചെയ്ത്, ഹൈപ്പർ ആണല്ലോ മീര അതെ ചേച്ചി. ഭയങ്കര ഹൈപ്പറാണ് അതില്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് നല്ല രസമായിരുന്നു കേൾക്കാൻ. Thank you. ഇഷ്ടപ്പെട്ടു മോളുടെ ആ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ. കാരണം ഇത് അത്ര ഈസിലി മാനേജ് ചെയ്യാൻ പറ്റിയൊരു സോങ് അല്ല സ്റ്റേജിൽ. എസ്പെഷ്യലി എനിക്ക് മോളുടെ സിംഗിങ്ങിൽ ഇപ്പോൾ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരത് സാറും എം ജി സാറും എല്ലാവരും ഷാനും പറഞ്ഞ ഒരു കാര്യം, ഈ വാ തുറന്ന് പാടുക എന്ന് പറയുന്നതിലെ നമുക്കൊരു കണ്ണൂർക്കാർക്ക് ഒരു ഇതുണ്ട്. നമ്മുടെ ഭാഷ നമ്മൾ പറഞ്ഞ് അതൊരു വേറെ തന്നെ ഒരു രീതിയിൽ പോവും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാടുന്ന സമയത്ത് എസ്പെഷ്യലി അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. അത് നമുക്ക് പാടണ്ടേ, അപ്പം നമ്മൾ അതിന് നല്ലോണം ഡെഡിക്കേഷൻ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോഴും ആ സ്ഥിരമായിട്ടുള്ള ആ ഭാഷ നമ്മൾ കുറച്ചൊന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പാടുമ്പം ആ ഭാഷ കയറി വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പല വാക്കുകളും അക്ഷരങ്ങളും നമ്മൾ പറയുന്നത് അതിൻ്റെതായ രീതിയിൽ വരില്ല. ഓക്കെ, അതൊരു എഫേർട്ടായിട്ട് എടുത്ത് പാട്ടിന് വേണ്ടി അത് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ എനിക്കൊരു പ്രത്യേക സന്തോഷം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ എം ജി സാറ് ലാലേട്ടൻ എന്ന് പറയുമ്പം എം ജി സാറാണ് സംഗീതത്തിൽ. നമുക്ക് അത്രയും നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എത്ര പാട്ടുകൾ നമ്മളെല്ലാം ആഗ്രഹിച്ച് ഇത്രയും ഇപ്പം അദ്ദേഹത്തോടൊപ്പം എം ജി സാറിനോടൊപ്പം ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് വേദികൾ എനിക്ക് തന്നൊരാളാണ് എം ജി സാറ്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഞാൻ ലാലേട്ടൻ്റെ പടത്തിൽ ഞാൻ പാടും എന്നുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. സത്യത്തിൽ രാജാ സാറിൻ്റെ അടുത്ത് പാടാൻ കിട്ടിയ ഭാഗ്യം, എത്രയോ പാട്ടുകൾ പാടാൻ കിട്ടി, അതൊക്കെ ദൈവാനുഗ്രഹം. ഇങ്ങനെ അത് പറയുമ്പോൾ ശരിക്ക് അഹങ്കാരമായിട്ട് എടുക്കരുത്. അത് ഞാൻ അത്രയും ദൈവത്തിൽ അർപ്പിക്കുന്നു ഈ സൗഭാഗ്യങ്ങളെല്ലാം. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ചെന്നൈ പോവും. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടാവും പ്രസാദ് സ്റ്റുഡിയോയിൽ രാജാ സാറിന് വേണ്ടിയിട്ട്. അങ്ങനെ പോയ സമയത്താണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം ഞാനും മധുചേട്ടനും കൂടി പൊന്നാവണി പാടം എന്ന് പറഞ്ഞ പാട്ടാണ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ആറ്റിൻകര എടുക്കുന്നത്. അപ്പോൾ മീര ജാസ്മിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ബാക്കിയൊന്നും നമ്മൾ ചോദിക്കുകയോ ഇല്ല, ഒരു കാര്യവും അറിയില്ല പടത്തിനെക്കുറിച്ച്. ഇതെല്ലാം കഴിഞ്ഞ് പടം ഷൂട്ടിംഗ് ഒക്കെ പോയി ഒരു പ്രത്യേക ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. അത് ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെയും അഭിമാനത്തോടെയൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ വലിയൊരു സന്തോഷമാണ്. കാരണം ലാലേട്ടൻ്റെ ഫോണായിരുന്നു അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യൻ അന്തിക്കാട് സാറ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണ് ഹാൻഡ് ഓവർ ചെയ്തത് ഹലോ ഞാൻ ലാലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലാലേട്ടനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നു, ലാലേട്ടൻ മറ്റേ ദൂരദർശൻ കേന്ദ്രമല്ലേ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ലാലാണ്, ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ രണ്ടാമതെടുത്ത് ചോദിച്ചു ലാൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പം മോഹൻലാലാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ചുമ്മാ തമാശയ്ക്ക് പറയണതാണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ലാലേട്ടൻ്റെ ശബ്ദം ഫോണിലെ കൂടെ കേൾക്കുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയാം ഞാനിങ്ങനെ ഷൂട്ടിങ്ങിലാണ്, കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട്, ഞാനും മീരയും കൂടി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു ഗോൾഡൻ മൊമെൻ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ ആ ഫോൺ കോള്. അപ്പോൾ ഈ പാട്ട് എനിക്ക് തന്നത് നിസ്സാരമായ ഭാഗ്യങ്ങളല്ല, ഒരുപാട് ഗോൾഡൻ മൊമെൻറ്റ്സ് തന്ന ഒരു പാട്ട് കൂടിയാണ്.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ പാട്ട്. പിന്നെ മീര എന്ന ബ്യൂട്ടിഫുള്ളായ നാഷണൽ അവാർഡ് വിന്നറാണ് അവർ. അവരുടെ മനോഹരമായ അഭിനയത്തിലൂടെ ഈ പാട്ട് പുറത്തിറങ്ങി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ദൈവത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. ഇത്ര ബ്യൂട്ടിഫുള്ളായ രാജാ സാറിൻ്റെ ഒരു പാട്ട്, ഗിരീഷേട്ടൻ്റെ വരികൾ. അപ്പോൾ ക്രിയേറ്റേഴ്സിനെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഈ ഒരു അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. മറ്റൊന്നും പറയാനില്ല മോളെ, ഈ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ വീണ്ടും 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 നന്ദി. താങ്ക് യു. ചേച്ചി സന്തോഷമല്ലേ അപ്പൊ രണ്ടുപേരി? ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ? ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ? മാരിവെല്ലമേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു. കാണാനെന്തോ മോഹം, കാണുമ്പോഴുള്ളിനുള്ളിൽ നാണം. മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ? താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. ദേവിക സർ. 8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ദേവിക താങ്ക് യു സർ. എംജി സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ദേവിക 8.5. താങ്ക് യു. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 25.3. താങ്ക് യു.